ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സെക്രട്ടറി അസിസ്റ്റന്റിന്റെ 42ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇതുവരെയും നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. പി എസ് സി എക്സാമുകളിൽ 3ഓളം മാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്തു നിന്നും വരാറുണ്ട്. അപ്പോൾ ക്ലാസ് മൊത്തമായിട്ട് കാണുക, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ക്ലാസിന്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള വൺ ക്ലിപ്പ് പി എസ് സി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഓരോ ക്ലാസ്സും കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ ക്ലാസ്സുകളൊന്നും സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണുക. അതേപോലെ തന്നെ ക്ലാസിന്റെ നോട്ടുകളും കൃത്യമായി തന്നെ പഠിച്ചു പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. അപ്പോൾ ഫാക്ട് അബൌട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിന്റെ അകത്ത് വരുന്ന എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് കേട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്ത്യയുടെ ഭൂപടം എന്ന് പറയുന്നത്. ഇന്ത്യൻ ജോഗ്രഫി പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഈ പറയുന്ന മാപ്പ്. അപ്പോൾ നമുക്കറിയാം 28 സ്റ്റേറ്റുകളും 8 യൂണിയൻ ടെറിട്ടറീസുമാണ് ഇന്ത്യക്കുള്ളത്. ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ പോയിന്റ്സ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയാം. അതായത് ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ അത് ഏതാണ്? ഗുജറാത്ത് ആണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഗുജറാത്ത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. ഇനി ഇന്ത്യയുടെ കിഴക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് അരുണാചൽ പ്രദേശാണ്. മക്കളെ, ഓരോ സംസ്ഥാനങ്ങളും, അതായത് 28 സംസ്ഥാനങ്ങളും അതിന്റെ ക്യാപിറ്റൽസും നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഒത്തിരി എന്താണ് നമ്മൾ പല പല ഇൻസ്റ്റിറ്റ്യൂഷനും അതിന്റെ എന്താണ് ആസ്ഥാനങ്ങളൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ അത് മിക്കപ്പോഴും വരുന്നത് ഓരോ സ്റ്റേറ്റും അതിന്റെ സംസ്ഥാനങ്ങളിലാണ് വരാറുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും എന്ത് ചെയ്യുക, 28 സ്റ്റേറ്റുകളും അതേപോലെ തന്നെ എന്താണ് അതിന്റെ തലസ്ഥാനവും ഏതൊക്കെയാന്നുള്ളത് പഠിച്ചു വെക്കുക. അപ്പോൾ ഓരോന്നും നമുക്കറിയാം. ഇപ്പോൾ കേരളം, തിരുവനന്തപുരം, തമിഴ്നാട്, അതേപോലെ തന്നെ ചെന്നൈ, അതേപോലെ തന്നെ ആന്ധ്രാപ്രദേശ് അമരാവതി, തെലങ്കാന ഹൈദരാബാദ്, മഹാരാഷ്ട്ര മുംബൈ, അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക, പഠിച്ച് സെറ്റാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി പറയാം. അതായത് ഏറ്റവും മുകളിൽ വടക്ക് ഭാഗത്താണ് ഹിമാചൽ പ്രദേശ്, പടിഞ്ഞാറ് ഭാഗത്ത് ഗുജറാത്ത് ആണ്, അതേപോലെ തെക്ക് ഭാഗത്ത് തമിഴ്നാട്, കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഓക്കെ, അപ്പൊ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഇന്ത്യയുടെ ഏറ്റവും മുകളിൽ അപ്പോൾ ഹിമാചൽ പ്രദേശാണ്. ഓക്കെ, ഇനി PSC ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ്, ഈ ഒരു ഭൂപടം നമ്മൾ അറിഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്നൊരു ചോദ്യമാണ്, ഇന്ത്യയുടെ വടക്ക് തെക്ക് നീളം എത്ര കിലോമീറ്റർ ആണെന്നുള്ളത്. ഓക്കെ, വടക്ക് തെക്ക് നീളം, തെക്ക് വടക്ക് നീളം എത്രയാണ് എന്നുള്ളത് PSC ചോദിക്കാറുണ്ട്. എത്രയാണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 3214. കിഴക്ക് പടിഞ്ഞാറ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2933 കിലോമീറ്ററുമാണ് ഉള്ളത്. എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഒത്തിരി തവണ PSC എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങളും ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം. ഇന്ത്യയുടെ സ്ഥാനം ഉൾപ്പെടെ ഓരോന്നും നമുക്ക് പഠിക്കാം. ഓക്കെ, ഇന്ത്യ പൂർണ്ണമായും ഉത്തര പൂർവാർദ്ധ ഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് തെക്കാണ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം എന്ന് പറയുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ 3 വശവും ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലാശയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ജലാശയങ്ങളാലാണ് നിലവിൽ ഇന്ത്യ എന്ത് ചെയ്യുന്നത്, ചുറ്റപ്പെട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ചുറ്റപ്പെട്ട് കിടക്കുന്ന 3 പ്രധാനപ്പെട്ട ജലാശയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. ഒന്നാമത്തെ അറേബ്യൻ സീ, അതായത് പടിഞ്ഞാറ് ഭാഗത്ത് അറേബ്യൻ സീ ആണ്. അതേപോലെ തന്നെ തെക്ക് ഭാഗത്താണ് ഇന്ത്യൻ ഓഷ്യൻ. അതേപോലെ തന്നെ കിഴക്ക് ഭാഗത്ത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബേ ഓഫ് ബംഗാൾ ആണ്. അപ്പോൾ ഇന്ത്യ 3 വശങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന 3 ജലാശയങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 1 അറേബ്യൻ സീ, 2 ഇന്ത്യൻ ഓഷ്യൻ, 3 ബേ ഓഫ് ബംഗാൾ. മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി അടുത്തൊരു പോയിന്റ് ആണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ഇന്ത്യ, 2 നേപ്പാൾ, 3 ബംഗ്ലാദേശ്, 4 മാലിദ്വീപ്, 5 പാകിസ്ഥാൻ, 6 ഭൂട്ടാൻ, 7 ശ്രീലങ്കയാണ്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള മറ്റു രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ദേ പാകിസ്ഥാൻ, അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, അതേപോലെ തന്നെ എന്താണ് നേപ്പാള്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, അതേപോലെ തന്നെ മ്യാൻമാർ, ദേ കിടക്കുന്നു ശ്രീലങ്ക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, തെറ്റിപ്പോവരുത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ചെറുതെന്ന് പറയുന്നത് മാലദ്വീപാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ, വടക്കേ അതിർത്തി എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഹിമാലയം. ഓക്കെ, വടക്കേ അതിർത്തി, ഇന്ത്യയുടെ വടക്കേ അതിർത്തിയാണ് ഹിമാലയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുന്നത് ഈ ഭാഗത്താണ് ഹിന്ദുക്കുഷ്, സുലൈമാൻ, ഖിർത്തർ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത്. അപ്പോൾ വടക്ക് ഭാഗത്ത് ഹിമാലയമാണ്, വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത് ഹിന്ദുക്കുഷ്, സുലൈമാൻ, ഖിർത്തർ എന്നതാണ് ഈ പറയുന്ന എവിടെ, വടക്ക് പടിഞ്ഞാറ്. ഇനി നമ്മൾ നോക്കാം വടക്ക് കിഴക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്ക് കിഴക്കാണ് ഏത്, പൂർവാചൽ. ഓക്കെ, വടക്ക് കിഴക്ക് പൂർവാചലാണ്. ഇനി തെക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് നമ്മൾ പറഞ്ഞു ഏതാണ്, ഇന്ത്യൻ മഹാസമുദ്രമാണ് തെക്ക് ഭാഗത്ത്. അതായത് ഈ താഴെ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഇന്ത്യൻ ഓഷ്യൻ. ഓക്കെ, അപ്പൊ തെക്ക് ഭാഗത്ത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മക്കളെ, ഇന്ത്യൻ ഓഷ്യൻ ആണ്. അപ്പോൾ ഇന്ത്യയുടെ അതിർത്തികളാണ് നമ്മൾ പറഞ്ഞത്. അതായത് മുകളില് ഈ ഭാഗം, അതായത് വടക്ക് ഭാഗത്താണ് ഹിമാലയം. അതേപോലെ തന്നെ എന്താണ്, വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, ഹിന്ദുക്കുഷ്, അതേപോലെ തന്നെ സുലൈമാൻ, ഖിർത്തർ ഒക്കെയാണ് ഇവിടെ ഈ പറയുന്ന വടക്ക് പടിഞ്ഞാറ്. ഇനി വടക്ക് കിഴക്ക് ഭാഗത്താണ് പൂർവാചല്. അതേപോലെ തന്നെ എന്താണ്, നിലവിൽ ഈ പറയുന്ന തെക്ക് ഭാഗത്താണ് ഏതെന്ന് പറയുന്നത്, ഇന്ത്യൻ ഓഷ്യൻ. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്കിനി അടുത്ത പോയിന്റിലേക്ക് പോവാം. അതായത് നിലവില് എന്താണ്, തെക്കു പടിഞ്ഞാറ് അറബിക്കടലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തെക്കു പടിഞ്ഞാറ് അറബിക്കടലുമാണ്. ഇനി ഇന്ത്യയുടെ അക്ഷാംശ രേഖാംശം എപ്പോഴും PSC ചോദിക്കാറുണ്ട്. ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദിച്ചേക്കുന്നതും എന്താണ്, ഈ ഒരു ഭാഗത്ത് നിന്നാണ് ചോദ്യം വന്നേക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 ഡിഗ്രി 4 സെക്കൻഡ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 സെക്കൻഡ് നോർത്ത് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8 ഡിഗ്രി 4 സെക്കൻഡ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 സെക്കൻഡ് നോർത്ത് വരെയാണ് ഇന്ത്യയുടെ എന്തെന്ന് പറയുന്നത്, അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തിയാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ, ഇനി ഇന്ത്യയുടെ തെക്കേ അറ്റമായിട്ടുള്ള ഇന്ദിരാ പോയിന്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഇന്ദിരാ കോള്, ഇന്ദിരാ പോയിന്റ്, അതേപോലെ തന്നെ എന്താണ്, കിബത്തു, ബുഹാർ മോർത്തി. അങ്ങനെ നമ്മൾ 4 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ അകത്ത് ഇന്ദിരാ പോയിന്റിനെ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് 6 ഡിഗ്രി 45 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 സെക്കൻഡ് നോർത്താണ് എന്ത്, ഈ പറയുന്ന ഇന്ത്യയുടെ ഏത്, ഇന്ദിരാ പോയിന്റിനെ കൂടി ഉൾപ്പെടുത്തിയാലുള്ള വ്യാപ്തി എന്ന് പറയുന്നത് അക്ഷാംശ വ്യാപ്തി. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചാൽ. ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 68 ഡിഗ്രി 7 സെക്കൻഡ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 സെക്കൻഡ് കിഴക്ക് വരെയാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി. ഈ ചോദ്യവും ചോദിച്ചേക്കണെയാണ് ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി എത്രയാന്നുള്ളത്. ഇന്ത്യയുടെ രേഖാംശ അക്ഷാംശ വ്യാപ്തികൾ ഏകദേശം 30 ഡിഗ്രി വീതമാണ് ഇന്ത്യയുടെ രേഖാംശ അക്ഷാംശ വ്യാപ്തികൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ തെക്കുഭാഗം ഉഷ്ണമേഖലയിലും വടക്കുഭാഗം ഉപോഷ്ണ മേഖല അഥവാ ഉഷ്ണമീതോഷ്ണ മേഖലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ തെക്കുഭാഗം എന്ന് പറയുന്നത് ഉഷ്ണമേഖലയിലും വടക്കുഭാഗം ഉപോഷ്ണ മേഖല അഥവാ ഉഷ്ണമീതോഷ്ണ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇന്ത്യയുടെ സ്ഥാനമാണ്. ഇന്ത്യ പൂർണ്ണമായും ഉത്തര പൂർവാർദ്ധഗോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്, ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യയുടെ സ്ഥാനം തെക്ക് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഉപഭൂഖണ്ഡം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ 3 വശവും ചുറ്റപ്പെട്ട് കിടക്കുന്ന ജലാശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? അറേബ്യൻ സീ ഉണ്ട്, ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട്, ബേ ഓഫ് ബംഗാൾ. ഈ 3 ജലാശയങ്ങളാലാണ് ഇന്ത്യ ചുറ്റപ്പെട്ട് കിടക്കുന്നത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിലെ ഉൾപ്പെടുന്ന മറ്റു രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഇന്ത്യ, നേപ്പാൾ, ബംഗ്ലാദേശ്, മാലദ്വീപ്, പാകിസ്ഥാൻ, ഭൂട്ടാൻ, ശ്രീലങ്കയാണ്.
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്, ഏറ്റവും ചെറുത് മാലദ്വീപ് തന്നെ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അതിർത്തികൾ നമ്മൾ പറഞ്ഞു, വടക്കെന്ന് പറയുന്നത് ഹിമാലയമാണ്, അതേപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഹിന്ദുക്കുഷ്, സുലൈമാൻ, ഖിർത്തറാണ്. ഇനി വടക്ക് കിഴക്കോ പൂർവാചലാണ്. തെക്ക് ഏറ്റവും താഴെ ഇന്ത്യൻ മഹാസമുദ്രം, തെക്ക് കിഴക്കാണെങ്കിൽ ബേ ഓഫ് ബംഗാൾ ആണ്. അപ്പൊ തെക്ക് കിഴക്ക് ബേ ഓഫ് ബംഗാൾ ആണ്. ഓക്കെ, ഇന്ത്യയുടെ അക്ഷാംശം നമ്മൾ പറഞ്ഞു, ഇന്ത്യയുടെ അക്ഷാംശമാണ് 8 ഡിഗ്രി 4 സെക്കൻഡ് നോർത്ത് മുതൽ 37 ഡിഗ്രി 6 സെക്കൻഡ് നോർത്ത് വരെ. അതിൻ്റെ അകത്ത് ഇന്ദിര പോയിന്റ് കൂടിയും ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, അതായത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ഇന്ദിര പോയിന്റ് കൂടി ഉൾപ്പെടുത്തിയാണ് ചില എക്സാമുകളിൽ ചോദിക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ 6 ഡിഗ്രി 45 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 സെക്കൻഡ് നോർത്ത് ആണ്. ഓക്കെ, ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി 68 ഡിഗ്രി 7 സെക്കൻഡ് കിഴക്ക് മുതൽ 97 ഡിഗ്രി 25 സെക്കൻഡ് കിഴക്ക് വരെയാണെന്നുള്ളത് ഓർത്തു വെക്കുക. ഇന്ത്യയുടെ രേഖാംശ അക്ഷാംശ വ്യാപ്തികൾ ഏകദേശം 30 ഡിഗ്രി വീതമാണ് വരുന്നത്. ഇന്ത്യയുടെ തെക്കുഭാഗം ഉഷ്ണമേഖലയിലും അതേപോലെ തന്നെ എന്താണ് വടക്ക് മുകൾ ഭാഗം എന്താണ് ഉപോഷ്ണ മേഖല അഥവാ ഉഷ്ണമീതോഷ്ണ മേഖലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണെന്ന് കരുതുന്നു. അടുത്ത് നമുക്ക് നോക്കാം ഇന്ത്യയുടെ വിസ്തീർണം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ഭൂവിസ്തൃതി, ലോക ഭൂവിസ്തൃതിയുടെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2.42%. ഒത്തിരി തവണ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. മിക്കവാറും ഈ പറയുന്ന LGS LDC എക്സാമുകൾക്കൊക്കെയാണ് ഈ ചോദ്യം നേരത്തെ പതിവായിരുന്നു. ഇന്ത്യൻ ഭൂവിസ്തൃതി ലോക ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 2.42%. ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 32,87,263 ചതുരശ്ര കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എത്രയാണ്? 32,87,263 ചതുരശ്ര കിലോമീറ്റർ. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. അപ്പോൾ ലോകരാജ്യങ്ങളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇന്ത്യയുടെ സ്ഥാനം 7ആണ്. വലുപ്പത്തിൽ ഇന്ത്യയേക്കാൾ മുന്നിലുള്ള മറ്റു രാജ്യങ്ങളാണ് റഷ്യ, കാനഡ, ചൈന, USA, ബ്രസീൽ, ഓസ്ട്രേലിയ. ഇതൊക്കെയാണ് വലുപ്പത്തിൽ ഇന്ത്യയേക്കാൾ മുന്നിലുള്ളത്. ഇന്ത്യ അങ്ങനെ 7ാമത്തെ രാജ്യമാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ തെക്കു വടക്ക് നീളം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക്, അതായത് ഇന്ത്യയുടെ നോർത്ത് ടു സൗത്ത് വരെയുള്ള ദൂരം എത്രയാണെന്ന് ചോദിച്ചാൽ 3214 കിലോമീറ്റർ ആണ് നോർത്ത് ടു സൗത്ത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ എന്താണ് ഈസ്റ്റ് ടു വെസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റ് ടു ഈസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2933 കിലോമീറ്റർ ആണ് എന്നുള്ളതും എന്ത് ചെയ്യണം? പഠിച്ചു വച്ചേക്കണം. ഓക്കെ, ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ 17.5%. 2023 സെപ്റ്റംബറിലെ റിപ്പോർട്ട് പ്രകാരം 17.6% ഇന്ത്യയിലെ. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക ജനസംഖ്യ, ഇന്ത്യൻ ജനസംഖ്യ ലോക ജനസംഖ്യയുടെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് ചോദിച്ചാൽ 2023 കണക്ക് പ്രകാരം 17.6 എന്നുള്ളത് ഉത്തരത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ 17.5 നിലവിൽ പഴയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ കിടക്കുന്നത്. പക്ഷെ പുതിയ റിപ്പോർട്ട് പ്രകാരം 2023 17.6 എന്നുള്ളത് എന്ത് ചെയ്യുക? ഓർത്ത് വച്ചേക്കുക. ഓക്കെ, ഇന്ത്യയിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കെറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ആൻസിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിന്റെ ഉയരം PSC ചോദിക്കാറുണ്ട്. 8611 മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കെറ്റു അല്ലെങ്കിൽ ഗോഡ്വിൻ ആൻസിന്റെ ഉയരം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 8611 മീറ്റർ ആണ്. 8611 മീറ്റർ. SCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം എത്രയാണെന്ന് ചോദിച്ചാൽ 8661. അപ്പോൾ ഈ പറയുന്ന ഓപ്ഷനിൽ 8661 കണ്ടു കഴിഞ്ഞാൽ മക്കളെ അതായിരിക്കും റൈറ്റ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇതില്ലെങ്കിൽ മാത്രം ഈ 8611 ആൻസർ ആയിട്ട് എടുക്കുക. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ്. അതിന്റെ ഉയരം 8586 മീറ്റർ ആണ്. സിക്കിമിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്ന് പറയുന്നത് കുട്ടനാടാണ്. -2.2 മീറ്റർ ആണ് അതിന്റെ താഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടനാടാണ്. -2.2 മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് കുട്ടനാട്. ഓക്കെ, ഇനി 2023 UN റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാണ്? ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ 2023 UN റിപ്പോർട്ട് പ്രകാരം എന്താണ് നിലവില് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം എന്ന് പറയുന്നത് അത് നമ്മുടെ
ഇന്ത്യ ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ ഓക്കെ ഇനി നമുക്ക് പഠിക്കാം ഇന്ത്യയുടെ അതിർത്തികളിലെ ഇന്ത്യയുടെ വടക്കേ അറ്റം. നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കാറുണ്ട്, അതാണ് ഏതെന്ന് പറയുന്നത് ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നതാണ് ഇന്ദിരാ കോൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ വടക്കേ അറ്റം അറിയപ്പെടുന്നതാണ് ഇന്ദിരാ കോള്. ഇനി ഇന്ത്യയുടെ തെക്കേ അറ്റം അറിയപ്പെടുന്നതാണ് ഇന്ദിരാ പോയിന്റ്. ഓക്കെ, അപ്പോൾ എന്താണ്, മുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ദിരാ കോള് വിളിക്കുന്നത് മുകളിലേക്കാന്ന് വിചാരിച്ചാൽ മതി. താഴെ എന്ത് ചെയ്യും, ചൂണ്ടിപ്പറയും. ഓക്കെ, അപ്പോൾ മുകളിലേക്ക് നമ്മൾ വിളിക്കും, താഴെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും, ചൂണ്ടിപ്പറയും. അങ്ങനെയല്ലേ? അതായത് നമ്മളെക്കാൾ കുറച്ചുകൂടി താഴെയുള്ള ആൾക്കാരെയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിക്കും. ഇനി നമ്മളെക്കാൾ മുകളിലുള്ള ആൾക്കാരെയാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ വിളിക്കുമെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ എന്താണ്, മുകളിലുള്ളതാണ് ഇന്ദിരാ കോള്, താഴെയുള്ളതാണ് ഇന്ദിരാ പോയിന്റ്. അതേപോലെ തന്നെ അപ്പൊ എന്താണ്, നോർത്ത്, ഇന്ത്യയുടെ നോർത്ത് വടക്ക് ഭാഗം, ഇന്ത്യയുടെ വടക്കേ ഭാഗം ഇന്ദിരാ കോൾ എന്നും ഇന്ത്യയുടെ തെക്കേ ഭാഗം ഇന്ദിരാ പോയിന്റ് എന്നും. ഓക്കെ, ഇനി ഇന്ത്യയുടെ പടിഞ്ഞാറേ ഭാഗം അറിയപ്പെടുന്നതാണ് ഗുഹാർ മോത്തി, ഇന്ത്യയുടെ കിഴക്കേ ഭാഗം അറിയപ്പെടുന്നതാണ് കിബത്തു. കിഴക്ക് കിബത്തു, അപ്പൊ രണ്ടിലും കായുണ്ട്. അപ്പോ കിബത്തു എന്താണ്, കിഴക്ക്. ഓക്കെ, കിബത്തു കിഴക്ക്. ഗുജറാത്ത്, അതായത് ഇവിടെയാണ് എന്ത്, ഗുഹാർ മോത്തി. അപ്പോൾ ഗുജറാത്ത് ആണല്ലോ എന്ത്, പടിഞ്ഞാറ് വശത്ത്. അപ്പോൾ ഗുഹാർ മോത്തി, ഗുജറാത്ത് ഗുഹാർ മോത്തി. വടക്കാണ് ഏതെന്ന് പറയുന്നത്, കോള്. ഓക്കെ, ഇനി തെക്കാണ് എന്ത്, ഈ പറയുന്ന പോയിന്റ്. അപ്പൊ അത്ര ഒന്ന് ഓർത്ത് വെച്ചേക്കുക, എപ്പോഴും ചോദിക്കാറുണ്ട്, ബേസ് ചോദ്യമാണ് ഇത്. ഓക്കെ, ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ അല്ലെങ്കിൽ ലഡാക്ക് ആണ് അവിടെ. ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് ഗ്രേറ്റ് നിക്കോബാർ ആണ്. ഉപദ്വീപീയ ഇന്ത്യയുടെ തെക്കേ അറ്റമാണ് കന്യാകുമാരി. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബത്തു ആണ്. കിഴക്ക് നമ്മൾ പറഞ്ഞു, ഈ ഭാഗത്താണ് അരുണാചൽ പ്രദേശ്. പടിഞ്ഞാറേ അറ്റം ഗുഹാർ മോത്തി ഗുജറാത്ത് ആണെന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി ഇന്ത്യയുടെ അതിർത്തികളാണ്. കര അതിർത്തി എത്ര കിലോമീറ്റർ ആണ് ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ കര അതിർത്തി എത്രയാണ്, 15,106 കിലോമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത് കര അതിർത്തി. ചില പുസ്തകങ്ങളിലൊക്കെ 15,200 കിലോമീറ്റർ എന്നും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിലവില് എന്താണ്, ഉത്തരം എന്ന് പറയുന്നത് 15,106 കിലോമീറ്റർ ആണ്. അത് കണ്ടില്ലെങ്കിൽ 15,200 എന്ന് പറയുന്നതും ശരിയാണ്. ഇന്ത്യയുടെ കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 രാജ്യങ്ങളുമായിട്ടാണ് ഇന്ത്യ കര അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യയുമായി കര അതിർത്തിയുള്ള അയൽ രാജ്യങ്ങളാണ് ഒന്ന് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഇവയാണ് ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. നമുക്കറിയാം, നമ്മൾ അതൊക്കെ നോക്കിയതാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്നതാണ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, അതേപോലെ തന്നെ എന്താണ്, നേപ്പാള്, ചൈന, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ. ഇത്രയാണ് എന്തെന്ന് പറയുന്നത്, ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ പറയുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ചൈന, നേപ്പാള്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും, മുകളിലത് ഈ ഭാഗത്തായിട്ട്. ഓക്കെ, ഇന്ത്യയുടെ വടക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ചൈന, നേപ്പാൾ, ഭൂട്ടാൻ. ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ബംഗ്ലാദേശും മ്യാൻമാറുമാണ്. 2018 ഇന്ത്യ ഏത് രാജ്യവുമായാണ് ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഏർപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മ്യാൻമാറുമായിട്ടാണ്. അപ്പോൾ 2018 ഇന്ത്യ ഏത് രാജ്യവുമായാണ് ലാൻഡ് ബോർഡർ ക്രോസിംഗ് കരാറിൽ ഏർപ്പെട്ടത്, മ്യാൻമാറാണ്. അയൽ രാജ്യങ്ങളും കര അതിർത്തി പങ്കുവയ്ക്കുന്നത് എത്രയാണെന്നുള്ളതുമാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. ബംഗ്ലാദേശ് 4096.7 കിലോമീറ്റർ, ചൈന 3488 കിലോമീറ്റർ, പാകിസ്ഥാൻ 3323 കിലോമീറ്റർ, നേപ്പാൾ 1751 കിലോമീറ്റർ, മ്യാൻമാർ 1643 കിലോമീറ്റർ, ഭൂട്ടാൻ 699 കിലോമീറ്റർ, അഫ്ഗാനിസ്ഥാൻ 106 കിലോമീറ്റർ. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ അയൽ രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബംഗ്ലാദേശ്. അപ്പോൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം വലിയ അയൽ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൈനയും, ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തിയുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. നേപ്പാൾ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളുടെ 3 വശങ്ങൾ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്നു. ഇന്ത്യ, ചൈന, മ്യാൻമാർ എന്നീ 3 രാജ്യങ്ങളുമായി അതിർത്തി സംഗമിക്കുന്ന പർവ്വതം ഏതാണ് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, അതാണ് ഹക്ക ബോറാസി. ഓക്കെ, അപ്പോൾ ഹക്ക ബോറാസി പർവ്വതമാണ് ഇന്ത്യ, ചൈന, മ്യാൻമാർ എന്നീ 3 രാജ്യങ്ങളുമായി അതിർത്തി സംഗമിക്കുന്ന പർവ്വതമാണ് ഏതെന്ന് പറയുന്നത്, ഹക്ക ബോറാസി.
ഇനി അതിർത്തി രേഖകൾ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയാണ് റാഡ്ക്ലിഫ് രേഖ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ ഒരു ചോദ്യം. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. അതിർത്തി നിർണയിച്ചത് സിറിൽ റാഡ്ക്ലിഫ് ആണ്. അങ്ങനെയാണ് എന്ത് പേര് വന്നത്? റാഡ്ക്ലിഫ് രേഖ എന്ന പേര് വന്നത്. ഇന്ത്യ ചൈനയാണ് മക്മോഹൻ രേഖ. അതിർത്തി നിർണയിച്ചത് ഹെൻറി മക്മോഹൻ ആണ്. ഇന്ത്യ ശ്രീലങ്ക ആണെങ്കിൽ പാക് കടലെടുക്കാണ് ഗൾഫ് ഓഫ് മാന്നാർ. ഇന്ത്യ മാലദ്വീപ് 8 ഡിഗ്രി ചാനലാണ്. ഇന്ത്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ ഡ്യൂറന്റ് രേഖയാണ്. അതിർത്തി നിർണയിച്ചത് മോർട്ടിമർ ഡ്യൂറന്റ് ആണ്. ഇന്ത്യ ഇന്തോനേഷ്യ 6 ഡിഗ്രി ചാനൽ അല്ലെങ്കിൽ ഗ്രേറ്റ് ചാനൽ എന്ന പേരിലും അറിയപ്പെടുന്നു. മക്കളെ ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ ചോദിച്ചിട്ടുണ്ട്, മക്മോഹൻ രേഖ ചോദിച്ചിട്ടുണ്ട്, പാക് കടലെടുക്ക് ഏതൊക്കെ രാജ്യങ്ങളാ? ഇന്ത്യ ശ്രീലങ്കയാണ്. 8 ഡിഗ്രി ചാനൽ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യ മാലിദ്വീപാണ് 8 ഡിഗ്രി. ഡ്യൂറന്റ് ആണെങ്കിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ആണ്. ഡ്യൂറന്റ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ. ഇനി 6 ഡിഗ്രി ചാനൽ ഇന്ത്യ ഇന്തോനേഷ്യ. ഓക്കെ, അപ്പൊ അത്രയൊന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ, ഇനി ഇന്ത്യയുടെ സമുദ്ര അതിർത്തി. ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം 7516 കിലോമീറ്റർ ആണ്. വെരി വെരി ഇമ്പോർട്ടന്റ്, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം എത്രയാണ്? 7516 കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ എന്തെന്ന് പറയുന്നത്? ഇന്ത്യയുടെ കടൽ തീര ദൈർഘ്യം. ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് തീരപ്രദേശം ഉൾപ്പെടെ ഇന്ത്യയുടെ കരഭാഗത്തെ സമുദ്രതീര ദൈർഘ്യം എന്ന് പറയുന്നത് 6100 കിലോമീറ്റർ ആണ്. കടൽ തീരത്ത് നിന്ന് 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്രഭാഗവും ഇന്ത്യയുടെ അതിർത്തിയിലാണ് ഉൾപ്പെടുന്നത്. ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ സംഗമിക്കുന്നത് കന്യാകുമാരിയിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നിവ സംഗമിക്കുന്നത് കന്യാകുമാരിയിൽ. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുടെ എണ്ണം 7 ആണ്. ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ശ്രീലങ്ക, മാലിദ്വീപ്, പാകിസ്ഥാൻ, ഇന്തോനേഷ്യ, തായ്ലൻഡ്, മ്യാൻമാർ, ബംഗ്ലാദേശ്. ഇത്രയാണ് ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. എത്രയാണ്? 7 എണ്ണമാണ്. ഓക്കെ, ഇന്ത്യയുടെ തെക്കുഭാഗത്ത് സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന അയൽ രാജ്യങ്ങളാണ് ശ്രീലങ്കയും അതേപോലെ തന്നെ മാലിദ്വീപും. ഓക്കെ, അപ്പോൾ ഏറ്റവും താഴെ നമുക്കറിയാം ഇന്ത്യയുടെ കണ്ണുനീർത്തുള്ളി എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രീലങ്കയാണ്. ശ്രീലങ്കയുടെ താഴെ കുറച്ചുകൂടി താഴെയായിട്ടാണ് ഏതെന്ന് പറയുന്നത്? മാലിദ്വീപ്. ഓക്കെ, ഇനി ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയെ വേർതിരിക്കുന്നത് ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കും. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്. അതായത് ഇന്ത്യ ശ്രീലങ്ക അതിർത്തി രേഖയാണ് ഏതെന്ന് പറയുന്നത്? പാക് കടലെടുക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമുക്കറിയാം ആൻഡമാൻ നിക്കോബാർ ദ്വീപുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് തായ്ലൻഡ്, ഇന്തോനേഷ്യ, മ്യാൻമാർ. ഇന്ത്യയും ആൻഡമാനും ദ്വീപും മ്യാൻമാരിലെ കോക്കോ ദ്വീപിനും ഇടയിൽ കോക്കോ ചാനൽ ഒരു ജല അതിർത്തിയായി നിലകൊള്ളുന്നു. അപ്പോൾ ഇന്ത്യയുടെ ആൻഡമാൻ ദ്വീപിനും അതേപോലെ തന്നെ മ്യാൻമാറിലെ കോക്കോ ദ്വീപിനും ഇടയിൽ കോക്കോ ചാനൽ ഒരു ജല അതിർത്തിയായിട്ടാണ് നിലകൊള്ളുന്നത്. ഓക്കെ, അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുമായി സമുദ്ര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് തായ്ലൻഡ്, ഇന്തോനേഷ്യ, മ്യാൻമാർ എന്നുള്ളതും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സമുദ്ര അതിർത്തിയിൽ. ഇനി നമുക്ക് കര അതിർത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ എന്താണ് കര അതിർത്തി പങ്കുവയ്ക്കുന്ന ബാക്കി രാജ്യങ്ങൾ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? ഈ പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുണ്ട്. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക? എല്ലാവരും ഫുള്ളായിട്ട് ക്ലാസ്സുകൾ കാണുക. നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും ഒക്കെയാണ് നമ്മുടെ മുന്നോട്ടേക്കുള്ള ഏറ്റവും വലിയ പ്രചോദനവും നിങ്ങളാൽ കഴിയുന്ന ഏറ്റവും വലിയ സപ്പോർട്ടും. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ക്ലാസ്സും എന്താണ് ബാക്കിയുള്ള ദിവസങ്ങളിലാണ് വരുന്നത്. അപ്പോൾ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ അസിസ്റ്റന്റ് സെയിൽസ്മാനും, തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലായിരിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്ലാസ്സും വരുന്നത്. അപ്പോൾ ക്ലാസ്സുകളൊക്കെ കറക്റ്റായിട്ട് തന്നെ കാണുക, നോട്ട്സ് കറക്റ്റായിട്ട് പഠിക്കുക, അതേപോലെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ബോർഡിൽ അറ്റൻഡ് ചെയ്യുക, അതേപോലെ റിവിഷൻസും പക്കയായിട്ട് തന്നെ ചെയ്തു പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് വരാനായിട്ട് പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യുക, എക്സാംസുകൾ എഴുതുക. ഇത്രയാണ് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.